മൂല്യബോധമുള്ള മക്കളെ വളർത്തുക ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് അതാണ്. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഒരു വലിയ ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം നമ്മളെ മാത്രമല്ല, നമ്മിലൂടെ മറ്റുള്ളവരെയും വളർത്തുക. അതിലാദ്യം നമ്മുടെ മക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മക്കൾ നമ്മുടെ ജീവിതത്തിലെ പൊന്നാണ്. അവരെ പൊന്നുപോലെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. എന്നാൽ ഈ പൊന്ന് എന്നത് ആഭരണങ്ങളുടെ പൊന്നല്ല, മൂല്യങ്ങളുടെ പൊന്നാണ്. ഇന്ന് നമ്മൾ എത്രയോ പേർ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. അവർക്കായി നല്ലൊരു ഭാവി ഒരുക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വീട്, കാറ്, ഡിഗ്രികൾ, ബാങ്ക് ബാലൻസ്, ഭൂമി എല്ലാം കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ട്. പക്ഷേ നാം മറക്കുന്ന ഒന്നുണ്ട്: മൂല്യബോധം. അതിനുവേണ്ടി എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നു? അതാണ് നമ്മളുടെ മക്കളെ വളർത്തുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് മൂല്യങ്ങൾ പഠിക്കേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അത് അവൻ്റെ ജീവിതത്തിന് ദിശ നൽകുകയാണ്. പണത്തിന് ദിശയില്ലെങ്കിൽ അതൊഴുകിപ്പോകും. പക്ഷേ മൂല്യങ്ങൾക്ക് ദിശയുണ്ടെങ്കിലോ ജീവിതം അത്ഭുതകരമാകും. അമ്മയെന്ന നിലയിൽ, അച്ഛനെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നിക്ഷേപം പണമല്ല, നമ്മുടെ സമയം, സ്നേഹം, ശ്രദ്ധ, ഒപ്പം മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള മനസ്സ്. കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മൾ സ്കൂളിൽ അയക്കുന്നു. പക്ഷേ ജീവിതം പഠിപ്പിക്കാനുള്ള സ്കൂൾ വീടാണ് എന്ന് എത്ര പേർക്കറിയാം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലോട്ട് രേഖപ്പെടുത്തൂ. ഇവിടുത്തെ അധ്യാപകർ ആരാണ്? അച്ഛനും അമ്മയുമല്ലേ? വാസ്തവത്തിൽ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളാണ്. മറ്റൊരു സ്കൂളും അവരുടെ ജീവിതത്തിലുണ്ടാവില്ല. നമ്മൾ ഓരോ ദിവസവും പറയുന്ന ഓരോ വാക്കുകളും, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ ശബ്ദം, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ഒരു പുഞ്ചിരി, ഇവയൊക്കെ കുട്ടിയുടെ മനസ്സിൽ പാഠങ്ങളാകുന്നു. കുട്ടികൾ കേൾക്കുന്നില്ല, അവർ കാണുന്നുണ്ട് എന്നതാണ് വളർച്ചയുടെ സത്യം. ഒരച്ഛനും അമ്മയും തമ്മിൽ ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്താതെ പ്രതിദിനം നന്ദി പറയുന്ന വീട്ടിൽ വളരുന്ന കുട്ടി സ്നേഹം എന്താണെന്ന് പഠിക്കുന്നു. ഒരു വീട്ടിൽ പണം കുറവായാലും പ്രാർത്ഥന, അനുഗ്രഹം, ചിരി, ശാന്തത തുടങ്ങിയവയുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടി ധനികനാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ മക്കളെ വളർത്തുന്നതെന്നാണ്. പക്ഷേ അവരോടൊപ്പം ഇരിക്കാനുള്ള ഒരു നിമിഷം പോലും നമുക്ക് സമയമില്ല എങ്കിൽ അവരുടെ മനസ്സിൽ നാം എത്രത്തോളം ഇല്ലാതാവുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും തീരെ ചെറിയ കുട്ടികളിൽ ഇത് വളരെ അത്യാവശ്യമാണ് താനും. ഒരു കുട്ടിക്ക് ഏറ്റവും വിലപ്പെട്ടത് അമ്മയുടെ ശ്രദ്ധ, അച്ഛൻ്റെ അംഗീകാരം, കുടുംബത്തിൻ്റെ സ്നേഹം എന്നിവയാണ്, ബാങ്ക് ബാലൻസ് അല്ല. അതിനാൽ പണത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ മൂല്യങ്ങളെ മറക്കരുത്. പകരം ഓരോ ദിവസവും ഒരു ചെറിയ പാഠം നൽകൂ. സത്യസന്ധതയെപ്പറ്റി, ദയയെപ്പറ്റി, നന്ദിയെയും ഉത്തരവാദിത്തത്തെയും കുറിച്ച്, ജീവിതത്തിൽ നിരന്തരം പരിശീലിക്കേണ്ട മൂല്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്നും ജോലി ചെയ്ത് തളർന്നു വരുമ്പോൾ പോലും കുട്ടികൾക്കായി കരുതി വയ്ക്കുവാൻ ഒരു ചെറിയ ആശയമുണ്ടാവണം. ഒരു ചോക്ലേറ്റ് ആയിരിക്കില്ല കുട്ടിയെ സന്തോഷിപ്പിക്കുന്നത്. പകരം അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു നല്ല അനുഭവകഥയായിരിക്കും. എനിക്കതൊന്നും ചെയ്യാൻ നേരമില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ തിരുത്തലുകൾ വേണ്ടിവരും. പ്രത്യേകിച്ച് കുട്ടിക്ക് 18 വയസ്സാകുന്ന സമയം വരെയെങ്കിലും കുട്ടിക്ക് ഈ പരിശീലനം ആവശ്യമാണ്. അതിനുശേഷം നിങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പിന്നാലെ നിൽക്കരുത്. അവർ അപ്പോഴേക്കും സ്വന്തം ആശയത്തിൽ ജീവിക്കുവാൻ പ്രാപ്തി നേടിക്കഴിഞ്ഞിരിക്കും. പ്രായപൂർത്തിയായ മക്കൾ സ്വന്തം അഭിപ്രായമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്ന മാതാപിതാക്കളോട് ഒരു വാക്ക്: അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കാനാണ് നമ്മൾ അവരുടെ അച്ഛനമ്മമാരായത് എന്നറിയുക. ഒരു കുഞ്ഞിന് ഓരോ രാത്രിയിലും കിടക്കാൻ നേരം അമ്മേ ഞാൻ ഇന്ന് എന്തെങ്കിലും നല്ലത് ചെയ്തു എന്ന് പറയാൻ ഒരു അനുഭവം ഉണ്ടായി എങ്കിൽ
അതിനുള്ളിൽ നിന്ന് നന്ദി പറയുവാൻ അറിഞ്ഞുവെങ്കിൽ അതവൻ്റെ ഭാവിയെ മാറ്റുന്ന ശക്തിയാണ്. ഇത് പരിശീലിപ്പിക്കേണ്ടത് കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടല്ല, ബാല്യം മുതൽ. മൂല്യങ്ങൾ പഠിപ്പിക്കാൻ പ്രത്യേക ക്ലാസ്സുകൾ ആവശ്യമില്ല. വീട്ടിലെ ചെറിയ അനുഭവങ്ങൾ തന്നെയാണ് പാഠങ്ങൾ. ഭക്ഷണം പങ്കുവയ്ക്കൽ, മറ്റുള്ളവരെ സഹായിക്കൽ, പിശകുകൾ ഉണ്ടായാൽ അത് സമ്മതിക്കുക, മാപ്പ് പറയുക, ഇതെല്ലാം ജീവിതത്തിലെ സത്യങ്ങളാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ പൈതൃകം പണമല്ല. അവർക്കുള്ള ആത്മവിശ്വാസം, മാന്യത, മനുഷ്യനെന്ന നിലയിലെ ബോധം, സമാധാനമായി ജീവിക്കുവാനുള്ള കല തുടങ്ങിയവയാണ്. മക്കളെ വളർത്തുക എന്നത് വെറുമൊരു ഉത്തരവാദിത്തം മാത്രമല്ല, അതൊരു ആത്മീയ യാത്രയാണ്. അച്ഛനും അമ്മയും സ്വയം വളർന്ന് സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ കുട്ടികളും ഇതേ വഴി വളരാൻ താല്പര്യം പ്രകടിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ മക്കൾ ഭൗതിക വസ്തുക്കൾ മാത്രം സ്നേഹിക്കുന്നവരായി മാറരുത്. മൂല്യങ്ങൾ നൽകാനുള്ള മാതാപിതാക്കളാവാൻ നമുക്ക് സ്വയം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കോൺഷ്യസ് പേരൻറ്റിങ്ങിൻ്റെ അടിത്തറ. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: എൻ്റെ മക്കൾ സമ്പന്നരാവട്ടെ, പണത്തിലല്ല, ഹൃദയത്തിൽ. പൊന്നായ മക്കൾ പിറക്കുന്നത് ഭാഗ്യമാണ്, പക്ഷേ മൂല്യബോധമുള്ള മക്കളെ വളർത്തുന്നത് ദൈവിക ദൗത്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.